നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി നമുക്ക് ശാലിനിയും വിഷ്ണുവിനെ നേരിടാൻ പറ്റും. അതിനൊരു വഴി നമുക്ക് തുറന്നു കിട്ടും. അതിപ്പോ വരേണ്ടതാണെങ്കിൽ അങ്ങ് കടല് കടന്നാലും വരുമെന്ന് പറയുന്ന പോലെ തൽക്കാലം നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരാളുടെ വരവും കാത്തു. ചേച്ചിയമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. മോളെ കണ്ടപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഉമ്മ വയ്ക്കണമെന്നും തോന്നി. എന്റെ അനിയത്തിയുടെ മോളല്ലേ, എന്താ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പാടില്ലേ? ആ അത് വേണ്ടതാ. അമ്മയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ടെ മോളെ ഒന്ന് സ്നേഹിക്കാൻ പറ്റൂ. ആ സ്നേഹം മോള് പോലും അറിയാൻ പാടില്ല. അതാ ഈ അമ്മയുടെ ഒരു അവസ്ഥ. ആ ചേച്ചിയമ്മേ, പിന്നെ എനിക്ക് സത്യക്കൊക്കെ നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ട്. പാരന്റ്സിന്റെ ഒപ്പം വന്ന് വാങ്ങണോന്നാ പറഞ്ഞിരിക്കുന്നത്. മിടുക്കി കുട്ടികള്. അപ്പൊ നേരത്തെ തന്ന ഉമ്മ ഇതില് വരവ് വെച്ചേക്ക്. അല്ല സത്യം എന്തിയെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയില്ലേ? ദേ നിക്കുന്നു. അവാർഡിന്റെ കാര്യം അച്ഛനെ വിളിച്ച് പറയാൻ നോക്കുക. എന്നിട്ടെന്താ അച്ഛൻ എടുക്കാത്തെ? ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആ രമേശ് ഇന്നും വഴക്കുണ്ടാക്കാൻ വന്നു. സത്യയുടെ അച്ഛൻ വരില്ലെന്നും അങ്ങനെ ഒരാളില്ലെന്നൊക്കെ വെല്ലുവിളിച്ചിരിക്കുക. അത് പറയാൻ വേണ്ടിയാ സത്യയെ വിളിക്കുന്നേ. ഇനി ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുന്ന മോൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എല്ലാ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കുകയും ചെയ്യും. എനിക്കൊന്നും അറിയില്ലേ ഞാനൊരു പാവമാണെന്നും പറഞ്ഞൊരു വെപ്പും. സത്യയുടെ സങ്കടം കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. എന്താ ഇപ്പൊ ചെയ്യ? ശരി, സത്യ വരുന്നുണ്ട്. ആ അമ്മേ, ഞങ്ങൾക്കേ നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ടെന്നല്ലേ ഞാൻ അറിഞ്ഞു. പിന്നില്ലാതെ. രണ്ടുപേർക്കും എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക്സ് അമ്മേ. താങ്ക് യു. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പപ്പി. ബിസിയാണെന്ന് തോന്നുന്നത്. രാത്രിയിലൊന്ന് വിളിച്ചു നോക്ക് സത്യേ. അപ്പ ചിലപ്പോ എടുക്കുമായിരിക്കും. എന്തിനാ രാത്രിയാക്കുന്നേ? ഇപ്പൊ തന്നെ ഒന്നോട് വിളിച്ചു നോക്കാം. എന്തു ആടിയത്? മുഖം കടന്നൽ കുത്തിയ പോലെ വീർപ്പിച്ചു വെച്ചേക്കുന്നത്. ഒരു കടന്നൽ തന്നെയാ കുത്തിയത്. അതിന്റെ ഒരു ക്ഷീണം മുഖത്ത് കാണും. ഓഹോ, വെഡിങ് ആനിവേഴ്സറി പ്രശ്നം. അത് ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. അവൾ എന്തെങ്കിലും ലുടുക്ക് വിദ്യ ഒപ്പിക്കും, നിന്റെ പദ്ധതി ചീറ്റി പോകുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചല്ലേ? ചിറ്റപ്പ, എന്നെ അത് ഓർമ്മിപ്പിക്കാതെ. തോൽവി തോൽവി തോൽവി. അവളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് പരാജയം തന്നെയാ. ആ എടി, പല മഹാന്മാരെ ചവിട്ടുപടിയായിട്ടുള്ളതേ ഈ പരാജയം എന്ന വാക്കാ. എടി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തോൽവി ചവിട്ടി തന്നെ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാജയത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ. എടി, എനിക്കും നിനക്കും എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരേ ഒരു കടം അത് ഈ ശാലിനിയും വിഷ്ണുവും തന്നെ. എത്ര കാത്തിരുന്നിട്ടാണെങ്കിലും തീർക്കണം പലിശ സഹിതം. ശാലിനി പിടിച്ചു നിൽക്കുന്നത് അവളുടെ ജോലിയുടെ പവറിലാ. സത്യസന്ധയായ ജില്ലാ കളക്ടർ. അവിടെ ഒരു പിഴവ് സംഭവിച്ച അവള് തീരും. നീ പറയുന്നത് ശരിയാ. എന്നെ സസ്പെൻഡ് ചെയ്തപ്പോ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ആ ചിരി ഒന്ന് തൽക്കാലത്തെ കടമെടുക്കണമെന്ന് എനിക്കും തോന്നിയതാ. അതിനൊരു വഴി കണ്ടുപിടിക്കണം. എന്നിട്ട് കുറച്ചു കാലത്തേക്ക് അവളൊന്ന് വീട്ടിയിരിക്കട്ടെ. പക്ഷെ അതൊന്നും പൂർണ്ണമായി അവളെ തളർത്താനുള്ളൊരു കാരണമാവുന്നില്ല ചിറ്റപ്പ. പഴയൊരു ചൊല്ലുണ്ട്, അടിക്കണമെങ്കിൽ
ഉച്ച നിറകെ തന്നെ അടിക്കണമെന്ന്. വെറും ഒരടി, അതിൽ തീരണമല്ല. അങ്ങനൊരടി അവക്കിപ്പോ വേണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ, ഇപ്പൊ ശാലിനിയുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ കുട്ടികളുടെ കളിയിലും ചിരിയിലുവാ. അവരാ അവളുടെ സ്വർഗം. ഒരു സുപ്രഭാതത്തിൽ അവര് രണ്ടുപേരെയും കാണാതായ അവളൊന്ന് ഞെട്ടും. രണ്ടിനെയും കാണാതാവണം. ഒരാഴ്ച അവളെ ഒന്ന് കരഞ്ഞു പിഴിഞ്ഞ് ഓടിക്കാൻ അത് തന്നെ ധാരാളം. എടീ, ആ കുട്ടികളെ പൊക്കുന്നവനകത്താ. അത്രയ്ക്ക് കുരുട്ട് ബുദ്ധികളാ ആ കുട്ടികൾ രണ്ടും. ഒന്നല്ല അനുഭവം, അറിയാലോ. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ അങ്ങ് നിർത്താം. വെറുതെ പൊല്ലാപ്പ് പിടിക്കണം. അല്ലെങ്കിൽ തന്നെ എന്റെ അവസ്ഥ നിനക്കറിയാലോ. തൃശങ്ക് സ്വർഗത്തിലാ. നല്ലൊരു പവർഫുൾ തിരിച്ചടിയുമാട്ടെ ഇനി നമുക്ക് ശാലിനിയും വിഷ്ണുവിനെ നേരിടാൻ പറ്റും. അതിലൊരു വഴി നമുക്ക് തുറന്നു കിട്ടും. അതിപ്പോ വരേണ്ടതാണെങ്കിൽ അങ്ങ് കടല് കടന്നാലും വരുമെന്ന് പറയുന്ന പോലെ തൽക്കാലം നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരാളുടെ വരവും കാത്തു. എന്താ അച്ഛൻ വിളിക്കാഞ്ഞേ? ഈ രാത്രിയിലും അച്ഛന് ജോലി തിരക്കുണ്ടോ? സ്വന്തം മോളെ പോലൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടാ. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. സംസാരിക്കുമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ, അന്നേരെ വിളിച്ചല്ലോ. കുറച്ച് തിരക്കായി പോയി മോളെ. അച്ഛൻ എപ്പോഴും തിരക്കാണല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോള് പറഞ്ഞോ, അച്ഛൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ട് അച്ഛാ. അത് വാങ്ങാൻ അച്ഛൻ വരണോന്നാ എന്റെ ആഗ്രഹം. അച്ഛൻ വരുമല്ലോ അല്ലേ? ദൈവമേ, കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.